ടീനേജിലെത്തി നിൽക്കുന്ന കുട്ടികൾക്ക് ഹോർമോൺ ചേഞ്ചസും ഇമ്പൾസിവിറ്റി അതുപോലെ ഇമോഷണൽ ഇംബാലൻസ് എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമായിരിക്കും. അവരുടെ ബിഹേവിയറിലെല്ലാം അത് പ്രതിഫലിക്കുകയും ചെയ്യും. അതേസമയം മെനോപോസിലെത്തി നിൽക്കുന്ന ആ അമ്മയുടെ അവസ്ഥ, ആ മദറിൻ്റെ അവസ്ഥ സെയിം തന്നെ ആയിരിക്കും. അവരൊരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഈസ്ട്രജൻ്റെ കുറവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അവർക്ക് മെൻസ്ട്രൽ മൈഗ്രെയിൻ അതുപോലുള്ള സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഹോർമോൺ ചേഞ്ചസിലൂടെ അവർക്കും വരുന്നുണ്ടാവും. ഈ രണ്ടും കൂടെ ഉണ്ടാവുന്നൊരു ക്ലാഷ് മിക്ക വീടുകളിലും നടക്കാറുണ്ട്. അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ അമ്മയ്ക്കോ കുഞ്ഞിനോ അതിനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ രണ്ടുപേരുടെ പ്രായം അനുസരിച്ച് ഞങ്ങൾക്കുണ്ടാകുന്ന ഇത്തരം ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊന്ന് ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അമ്മയുടെയും കുട്ടിയുടെ ഇടയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.